മകളായതുകൊണ്ടാണ് വീണാച്ചിയെ ഇഡി ലക്ഷ്യം വെക്കുന്നത് എന്ന പ്രതിരോധമാണ് പിണറായി വിജയൻ ഉയർത്തുന്നത്. ഇഡിയുടെ ലക്ഷ്യം താനാണെന്നും എന്തു തെളിവാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത് എന്നും പിണറായി ചോദിക്കുന്നു. രാഷ്ട്രീയ വേട്ടയെന്ന രാഷ്ട്രീയ പ്രതിരോധമാണ് ഇക്കാര്യത്തിൽ പാർട്ടിക്കുമുള്ളത്. ഇഡി റെയ്ഡ് BJP ആസൂത്രണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി ഇടപെടില്ല, എന്നാൽ അതിന്റെ പേരിൽ നേതാക്കളെ വേട്ടയാടാൻ നോക്കിയാൽ രാഷ്ട്രീയമായി നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അല്ല, BJPയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇഡിയും അവരാണല്ലോ പുറപ്പെട്ടിട്ടുള്ളത്. അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന VD സതീശനും കോൺഗ്രസും ഒക്കെ ഉള്ളത്. ഏതായാലും കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ലീഗ് ഉൾപ്പെടെ എല്ലാം ചേർന്ന് ഒരു ഡീലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അത് ബിസിനസ് അടിസ്ഥാനപ്പെടുത്തിയ കേസോ എന്ത് പണം നടന്നോട്ടെ. എന്നാൽ അതിന്റെ പേരിൽ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നാൽ അതിനെ രാഷ്ട്രീയമായും നിയമപരമായിട്ടും നേരിടും എന്നാണ് അന്നും പറഞ്ഞത്, ഇന്നും പറയുന്നത്. അതിൽ അന്നും വ്യത്യാസമില്ല, ഇന്നും വ്യത്യാസമില്ല. മറുപടികളിലെല്ലാം വ്യക്തമായോ എന്നതാണ് ബാക്കിയാകുന്ന ചോദ്യം. റാഹിസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റാഹിസ്, ഇന്നിപ്പോ ഈ കാര്യത്തിൽ, അതായത് ഇഡി പുറത്തിറക്കിയ പത്രക്കുറിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിണറായി വിജയൻ 92 മുതൽ ഇങ്ങോട്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ വേട്ടയാടിയ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേട്ടയാടിയ ചരിത്രമുള്ള തന്റെ മകളായതുകൊണ്ടാണ് ഇഡി വീണയെ ലക്ഷ്യമിടുന്നത് എന്നതുകൂടി പറയുന്നു പ്രതിരോധമായ പിണറായി വിജയൻ. മധു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയ്ക്കെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ പിതാവ് കൂടിയായ പിണറായി വിജയന്റെ പ്രതികരണം ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. ഇഡിക്കെതിരെ വലിയ രൂക്ഷമായ വിമർശനങ്ങൾ പിണറായി നടത്തുന്നു. അസാധാരണമായ നടപടിക്രമമാണ് മകളുടെ കാര്യത്തിൽ ഇഡി നടത്തുന്നത്. അസാധാരണമായി വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. വാർത്താക്കുറിപ്പിൽ ഫോർമർ ചീഫ് മിനിസ്റ്റർ P. വിജയൻ എന്ന് ഒരു കാര്യവുമില്ലാതെ എഴുതി ചേർക്കുന്നു എന്നതടക്കമുള്ള കാര്യം പറയുന്നു. എവിടെ, ആർക്ക്, എങ്ങനെ ഹവാല കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത് എന്നതാണ് പിണറായി വിജയന്റെ ചോദ്യമായി നിൽക്കുന്നത്. ഇഡിയാണ് അതിനൊക്കെ മറുപടി പറയേണ്ടത്. പിണറായിയുടെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: പാർട്ടി ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കും. വീണയെ ലക്ഷ്യമിടുന്നത് പിണറായി വിജയനെ ലക്ഷ്യമിട്ടാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മുഹമ്മദ് റിയാസിനെ ലക്ഷ്യമിട്ടാണ് എന്ന നിലപാട് പാർട്ടി നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ പാർട്ടി നിലപാട് കൂടി പുറത്തു പറയുന്നത്. നാളെ ഈ വിഷയത്തിൽ കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനത്ത് വെച്ച് CPM നയവിശദീകരണം നടത്തുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ വിഷയത്തിലുള്ള പാർട്ടിയുടെ നിലപാട് നാളെ കുറച്ചുകൂടി വ്യക്തമാക്കുകയും ചെയ്യും. റാഹിസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പാർട്ടി പൊതുവേദിയിൽ വിശദീകരിക്കും ഇഡിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാട്.